മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ നൗൺ ഫ്രേസിനും വേർബ് ഫ്രേസിനും എന്തായാലും നിങ്ങളൊരു 3 മാർക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്തോളൂ. ആ 3 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഒറ്റ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇത് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടണം. അപ്പോൾ നൗൺ ഫ്രേസ് വേർബ് ഫ്രേസ് ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും. ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസ്. എങ്ങനെയത് ചെയ്യാം? വളരെ സിമ്പിളാണ് മക്കളെ. ഇത്രയേ ഉള്ളൂ പണി. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ദി യങ് ബോയ് പ്ലേസ് ഫുട്ബോൾ വെരി വെൽ. ഒരു യങ് കുട്ടിയുണ്ട്, അവനെന്നാൽ ഫുട്ബോൾ നന്നായി കളിക്കും. ഈ സെൻറ്റൻസിൽ ഫസ്റ്റ് വേർബ് ഒന്ന് കണ്ടുപിടിച്ചേ. ദി യങ് ബോയ് ഒന്നും വേർബ് അല്ല. ബോയ് എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, അഥവാ നൗൺ ആണ്. യങ് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ആണ്. ആ ബോയിനെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്. ആക്ഷൻ ഏതാണ്? ഫസ്റ്റ് പ്ലേസ്, കളിക്കുക എന്നാണ് ഈ ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർബ് വരുന്നത്. എവിടെയാണോ ഫസ്റ്റ് വേർബ് വരുന്നത് അവിടെ മുതൽ നിങ്ങൾ വര വരയ്ക്കാൻ തുടങ്ങുക. ഓക്കെ, റെഡി? ആ സാധനമാണ് വേർബ് ഫ്രേസ്. ഫസ്റ്റ് വേർബ് കണ്ടുപിടിക്കുക, അവിടെ മുതൽ അവസാനം വരെ വരയ്ക്കുന്നതാണ് നമ്മുടെ സെൻറ്റൻസിലെ വേർബ് ഫ്രേസ്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ നിന്ന് കാണുന്ന സാധനമല്ലേ മക്കളെ വേർബ് ഫ്രേസ് അല്ലാത്ത സാധനം? അതാണ് നൗൺ ഫ്രേസ്. അപ്പം നൗൺ ഫ്രേസ് ഏതാണ് ഈ സെൻറ്റൻസിൽ? ദാറ്റ് യങ് ബോയ്. ഇതാണ് നൗൺ ഫ്രേസ്. വേർബ് ഫ്രേസ് എന്താണ്? പ്ലേസ് ഫുട്ബോൾ വെരി വെൽ. ആ ഒരു കാര്യത്തിൽ ലോജിക്കും ഉണ്ട്. എന്താ ലോജിക്ക്? നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ആരാണോ ചെയ്യുന്നത് അയാൾ എന്താണ് ചെയ്യുന്നതെന്നാണ് വേർബ് ഫ്രേസിൽ കൊടുക്കുക. പ്ലേസ് ഫുട്ബോൾ വെരി വെൽ. നൗൺ ഫ്രേസിലോ ആരാണ് ചെയ്യുന്നത്? ദാറ്റ് യങ് ബോയ്. ആ ഒരു ലോജിക്ക് അവസാനം വർക്ക് ആവുകയും ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും. നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ട പോലെ തന്നെ ഈ പ്ലേ ഒരു വേർബാണ്, സിങ് വേർബാണ്, വാക്കൊക്കെ വേർബാണ്. ഇതുകൂടാതെ ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. തിയറി ഒന്നും കുറേ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആം, ഇസ്, ആറ്, വാസ്, വേർ, അതുപോലെ ഡൂ, ഹാസ്, ഹാവ്, വില്ല്. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു കാണിക്കുന്ന ആൾക്കാരെ മാത്രം തലയിൽ കയറ്റുക. ആം, ഇസ്, ആറൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ഓക്സിലറി വേർബ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേർബ്സ് തന്നെയാണ്. അവരും വേർബുകൾ തന്നെയാണ് കേട്ടോ. ഹാസ്, ഹാവ്, ഡൂ, ഡസ്, വില്ല്, ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേർബ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കാം കാര്യങ്ങൾ. ഓക്കെ, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും, ഇതേ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് ചോദ്യം ട്രൈ ചെയ്ത് നോക്കും മക്കളെ. മിസ്റ്റർ ജോൺ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. ഒന്ന് വീഡിയോ പോസിറ്റീവ്സ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിക്കേ. ഈ ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് വേർബ് ഏതാണ്? ഫസ്റ്റ് ആക്ഷൻ വേർഡ് ഏതാണ്? മിസ്റ്റർ ജോൺ ആക്ഷൻ ആണോ? അല്ല. സ്പോക്ക്. സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. അതൊരു ആക്ഷൻ വേർഡ് അല്ലേ? വേർബ് അല്ലേ? തീർച്ചയായിട്ടും വേർബാണ്. അപ്പോൾ അവിടെ മുതൽ വരയ്ക്കാൻ തുടങ്ങിക്കോളൂ അവസാനം വരെ. അതിനെയാണ് നമ്മൾ വേർബ് ഫ്രേസ് എന്ന് വിളിക്കുക. ഞാൻ വേർബ് ഫ്രേസ് എഴുതുന്നില്ല. മഞ്ഞ കളർ വേർബ് ഫ്രേസ് ആണ്. ആൻഡ് അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ളത് മിസ്റ്റർ ജോൺ ആണ്. നമ്മുടെ നീല കളറിൽ അണ്ടർലൈൻ ചെയ്ത് മിസ്റ്റർ ജോൺ ആണ് നൗൺ ഫ്രേസ്. അപ്പോൾ നൗൺ ഫ്രേസ് മിസ്റ്റർ ജോൺ, വേർബ് ഫ്രേസ് സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. ആ മറ്റേ ലോജിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയേ. ആര് ചെയ്തു? മിസ്റ്റർ ജോൺ. എന്ത് ചെയ്തു? സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. ആ ലോജിക്ക് മാച്ച് ആവുന്നുണ്ട്. ഒന്നും ആലോചിക്കാനില്ല. കറക്റ്റാണ്. അത്രേ ഉള്ളൂ. ആ ലോജിക്കും കൂടെ ആലോചിക്കുക. ഓക്കെ, അടുത്ത പറയാം. ദ ഷൂട്ടിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബീർഭൂം. ഇവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേർബ് അല്ല. കാരണം ആൾക്കാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്. ദ ഷൂട്ടിംഗ് ഇസ് ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഷൂട്ടിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഷൂട്ടിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് ഇവിടെ നൗൺ ആണ്, അതായത് സബ്ജക്റ്റ് ആണ്. വേർബ് ഏതാണ് ഫസ്റ്റ് സെൻറ്റൻസിലെ? ഇസ്. ടേക്കിംഗ് ഓക്കെ ശരി, പക്ഷേ ഇസ് ആലോചിച്ച് നോക്ക്. ഇസ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബാണ്. ഇസ്, ആം, വാസ്, വേർ, വില്ലൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ഓക്സിലറി വേർബ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വേർബ്സ് ആണ്. സോ അവിടെ മുതൽ നമ്മൾ വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് വേർബ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അവിടെ മുതൽ നമ്മൾ വേർബ് ഫ്രേസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നൗൺ ഫ്രേസ് എന്താണ്? ദ ഷൂട്ടിംഗ് ആണ് നൗൺ ഫ്രേസ്. ഈസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബീർഭൂം. ആ ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക, അതും വർക്കാവും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റൻ കൂടി നോക്കാം. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൺ ഓൺ ദി കോബ്രാസ് ബാക്ക്. ഗ്ലിസൺ എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡിൽ എന്തെങ്കിലും വേർബ് ഉണ്ടോ? ഒരു ആക്ഷൻ ഉണ്ടോ? ഇല്ല. ഗ്ലിസൺ ചെയ്യുക, അതൊരു വേർബാണ്, ഒരു ആക്ഷനാണ്, സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ? അതാണ് ഫസ്റ്റ് വേർബ്. അവിടെ മുതൽ വേർബ് ഫ്രേസ് തുടങ്ങാം, അണ്ടർലൈൻ ചെയ്യാം. ഇതാണ് വേർബ് ഫ്രേസ്. അപ്പോൾ നൗൺ ഫ്രേസ് എന്തായിരിക്കും? അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള സാധനം ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. ശരിയല്ലേ? ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡിനെ പറ്റി അറിയുന്നത്. ആ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് എന്ത് ചെയ്തു? ഗ്ലിസൺ ചെയ്തു കോബ്രയുടെ തലമണ്ടയുടെ മുകളിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നാക്ക് കിട്ടുന്നുണ്ടോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളോട് ചെയ്യാം. ഓക്കെ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കണം. ഓക്കെ, ഇതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ചെയ്താൽ 100% ഗ്യാരണ്ടിയാണ്. എങ്ങനെ ചോദിച്ചാലും, ഏത് രീതി ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ദ ഫസ്റ്റ് ബെഞ്ച് ഗേൾസ് ആർ സ്മാർട്ട്. പറ, ഏതാണ് ഫസ്റ്റ് വേർബ്? ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ബെഞ്ച് ഗേൾസിൽ ഏതെങ്കിലും വേർബ് ഉണ്ടോ? ആർ
ഇസ് ആർ ആം ഒക്കെ ഓക്സിലറി വേർബ്സ് നമ്മളെ സംബന്ധിച്ചോളം വേർബ്സ് ആണ്. അപ്പോൾ റെഡ് കളറിൽ ഞാൻ വേർബ് ഫ്രേസ് കാണിച്ചു, ബ്ലാക്ക് കളർ ഞാൻ നോൺ ഫ്രേസ് കാണിച്ചു. ഫസ്റ്റ് ബെഞ്ച് ഗേൾസിനെ പറ്റിയാണ് പറയുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരൊന്നും ചെയ്യുന്നില്ല, അവർ സ്മാർട്ടാണ്. അതാണ് ഈ ഒരു സെൻറ്റൻസിലെ വേർബ് ഫ്രേസ്. അലീന ആൻഡ് ഹർ സിസ്റ്റർ സിങ് വെൽ. വളരെ സിമ്പിളാണ്. എന്താണ് മക്കളെ? സിങ് വെല്ലാണ്. സിങ് ആണ് ഫസ്റ്റ് വേർബ്. വേർബ് ഫ്രേസ്, നോൺ ഫ്രേസ്. നെക്സ്റ്റ്, ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ട് ഇസ് മൈ അങ്കിൾ. ദാറ്റ് മാൻ ഇൻ ഗ്രീൻ ഷർട്ടിൽ ഒന്നും വേർബ് വരുന്നില്ല. ഇസ് വേർബാണ്, ഓക്സിലറി വേർബാണ്. അപ്പോൾ ഇസ് ആമൊക്കെ കണ്ടാൽ ഓർത്തോളൂ, അതാണ് നമ്മുടെ വേർബ്. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. ഇസ് ആമും വാസും വേറും എല്ലാം കണ്ടേ അതാണ് നമ്മുടെ വേർബ് എന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ്. അടുത്ത പിടിച്ചോ. കുറച്ച് ട്രിക്കിയാണ്. ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം ഇസ് മൈ ബ്രദർ. ഇതെങ്ങനെയാണ് ചെയ്യാം മക്കളെ? ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം ഇസ് മൈ ബ്രദർ. അപ്പോൾ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സെൻറ്റൻസിൽ ഈ ചെക്കൻ കളി തോറ്റു എന്നാണോ പറയുന്നത്? അല്ല, ആ കളി തോറ്റ ചെക്കൻ എൻ്റെ അനിയനാണെന്ന് പറയുന്നത്. അപ്പോൾ ചെക്കൻ കളി തോറ്റു എന്നല്ല ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം, അല്ല ഈ സെൻറ്റൻസ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവൻ എൻ്റെ അനിയനാണെന്നാണ് പറയുന്നത്. അവന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. ദ ബോയ് ഈസ് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഏത് ബോയ്? കളി തോറ്റ ചെക്കൻ. അപ്പോൾ ഇവിടെ ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന വേർബ് അല്ല, ഇവൻ ചെയ്യുന്ന ആക്ഷൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് അവനൊന്ന് ഡിസ്ക്രൈബ് ചെയ്താ. ദ ബോയ്, ഏത് ബോയ്? ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം, കളി തോറ്റ ചെക്കൻ. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഫസ്റ്റ് വേർബ് ഈ സെൻറ്റൻസിൽ ലോസ്റ്റ് ആണോ? അല്ല. ഏതാണ്? ഗെയിം അല്ല, ഇസ് ആണ്. വീണ്ടും ഇസ് തന്നെയാണ്. ഇസ് മൈ ബ്രദർ ആണ് നമ്മുടെ ഫസ്റ്റ് വേർബ്. സോ വേർബ് ഫ്രേസ് അതാണ്. നൗൺ ഫ്രേസ് ദ ബോയ് ഹൂ ലോസ്റ്റ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് നമ്മുടെ മറ്റേ ലോജിക്കിന് വർക്ക് ആവുന്നുണ്ടോ? ദ ബോയ് ഹൂ ലോസ്റ്റ് ദ ഗെയിം. ബോയ് കളി തോറ്റ സെക്കൻഡ്. ഓക്കെ, അവനെന്താണ്? അവൻ ഇസ് മൈ ബ്രദർ. മാച്ച് ആവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എക്സാമിൽ വരാൻ പോകുന്ന നോൺ ഫ്രേസ്, വേർബ് ഫ്രേസ് ഫുൾ കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്തോളൂ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ തരികയാണ്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കിക്കേ ആൻസർ എന്തായിരിക്കും. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ABC കമൻറ്റ് ബോക്സിൽ കമൻറ്റ്. ഇപ്പം തന്നെ അത് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. നിങ്ങൾ ചെയ്തില്ല കാര്യമില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള കാര്യമില്ല. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് വേർബ് ഫ്രേസ് മാത്രമേ കാണിച്ചു തരാം. വേർബ് ഫ്രേസ് റീച്ച് വേർബ് അല്ലേ? ടൈഗർ എന്നാണ് വേർബ് ഫ്രേസ്. കിട്ടിയാണല്ലോ? ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കിയാൽ. ഹാസ്, ഹാവ് ഒക്കെ വേർബ്സ് ആണ്, ഓക്സിലറി വേർബ്സ് ആണ്. ഓക്കെ, ഹാസ്, ഹാവ് കഴിഞ്ഞു. വില്ല് ക്യാൻ, ഷാൽ ഒക്കെ വേർബ് ഫ്രേസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. വിൽ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ അല്ല, ഒരു ഇൻറ്റൻഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, വേർബാണ്. നെക്സ്റ്റ്, അപ്പോൾ വേറെ അല്ല ഫസ്റ്റ് വേർബ് കേട്ടോ, വില്ലാണ് ഫസ്റ്റ് വേർബ്. ഓക്കെ, മാത്രമല്ല നൗൺ ഫ്രേസ്. അയാൾ എന്ത് ചെയ്തു? വിൽ വെയർ. അത്രേ ഉള്ളൂ. ഗ്രീറ്റഡ് ഏതായിരിക്കും? സിമ്പിൾ, ഗ്രീറ്റഡ്, സിമ്പിൾ. നെക്സ്റ്റ്, വാസ്. ഇതപ്പോൾ അത്ര ആലോചിക്കാണല്ലേ. ഇതിലിപ്പോൾ എന്താ? ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ? ഫൗണ്ട്. കഴിഞ്ഞു. റെഡി ആണോ? സെറ്റ് ആണല്ലോ? ഇനി ചോദ്യങ്ങളുണ്ടോ? ഇത്ര മതി, ധാരാളം. ഇത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറയുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റെങ്കിലും കമൻറ്റായിട്ട് ഇടുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇംഗ്ലീഷ് എക്സാം നമ്മൾ തകർക്കും മക്കളെ, അത്രേ ഉള്ളൂ.